നമസ്കാരമുണ്ട്, ബിനിക്കുട്ടനാണ്. നമ്മൾ ഈ ഡ്രൈവർ മേഖലയായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡ്രൈവർമാരുടെ പ്രശ്നങ്ങൾ പലതുണ്ട്. ഇപ്പോൾ തന്നെ പെട്രോൾ ഡീസലിൻ്റെ വില വർധനവ്, വണ്ടിയുടെ ടെസ്റ്റിംഗ് ഫീസ് കൂട്ടിയത്, ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് കൂടിയത്, ടാക്സിയിലെ വ്യത്യാസം എന്ന് പറയേണ്ട നമ്മൾ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഏത് പോസ്റ്റ് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചാലും മിക്ക ആൾക്കാരും ഡ്രൈവർമാരല്ലാത്തവരാണെന്ന് തോന്നുന്നു നമ്മുടെ വീഡിയോയുടെ അടിയിൽ വന്ന് ഇടുന്ന കമൻറ്റാണ്, നിനക്കൊക്കെ വേറെ പണിക്ക് പോകൂടെ, നിൻ്റെ അടുത്തേക്ക് ആരെങ്കിലും പറഞ്ഞോ ഈ മേഖലയും കൊണ്ട് മുന്നോട്ട് പോകാൻ. അങ്ങനെ പറയുന്നൊരു കാര്യം ചിന്തിക്കണം. ഈ മേഖല ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്കാണ്, അതായത് സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങൾക്കാണ് ഈ മേഖലയും കൊണ്ട് ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഉണ്ടാവുക. ഒരു ഹോസ്പിറ്റലിലെ കേസോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടോ പോകണമെങ്കിലോ എന്ത് കാര്യത്തിനും ഏതൊരു സമയം 24 മണിക്കൂറും വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരേ ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഓട്ടോ ടാക്സി പ്രസ്ഥാനമാണ്. ശരിയല്ലേ? വേറെ ഒരു പ്രസ്ഥാനത്തിനും കൃത്യമായിട്ടുള്ള ഒരു സമയക്രമീകരണങ്ങളൊന്നുമില്ല. ഇപ്പോൾ KSRTC തന്നാലും ശരി, ഇപ്പോൾ നമ്മൾ KSRTC തന്നാലും ഒരു സമയമുണ്ട്. അവർക്കൊരു ഇത്ര സമയത്താണ് സർവീസ് നടത്തേണ്ടത് അല്ലേ? ഇത്ര മണിക്ക് 8 മണിക്ക് വണ്ടി ഉണ്ട്, അല്ലെങ്കിൽ 9 മണിക്കുണ്ട്. 10 മണിയൊന്നും കഴിഞ്ഞാൽ മിക്ക വണ്ടികളും കാണത്തില്ല, ഒരു KSRTC ബസ്സും കാണത്തില്ല, പ്രത്യേകിച്ച് നാട്ടിൻ പ്രദേശങ്ങളിൽ. അപ്പോൾ നാട്ടിൻ പ്രദേശങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രയോജനം ഓട്ടോ ടാക്സിക്കാർ തന്നെയാണ്. ഒരു രാത്രി ഒരാൾക്ക് പെട്ടെന്ന് വയ്യാതെ നെഞ്ചുവേന വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പനി വന്നു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഓട്ടോറിക്ഷക്കാരെയാണ് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്. സ്വന്തമായിട്ട് വാഹനമുള്ളവരെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമല്ല, സാധാരണക്കാരായിട്ടുള്ളവരുണ്ട്. ആ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്വന്തമായിട്ട് വാഹനമുള്ളവർ അവൻ്റെ വണ്ടി എടുത്തിട്ട് പോകും, പിന്നെ അല്ലെങ്കിൽ അവന് വയ്യാന്നുണ്ടെങ്കിൽ അവൻ ആരെങ്കിലും പിടിച്ച വണ്ടി എടുത്തുകൊണ്ടാലും പോകും, ഹോസ്പിറ്റലിൽ പോകും. സാധാരണക്കാരായ ജനങ്ങൾ എപ്പോഴും ആശ്രയിക്കുന്ന ഓട്ടോറിക്ഷക്കാരെ തന്നെയാണ്. അപ്പോൾ സാധാരണക്കാരൻ്റെ വാഹനമാണ് ഓട്ടോറിക്ഷ. ഈ മേഖല നശിച്ചു കഴിയുമ്പോഴുള്ള ബുദ്ധിമുട്ട് വളരെ, അത് അനുഭവിക്കുമ്പോഴേ അറിയത്തില്ല. ചില കാര്യങ്ങൾ ഇപ്പം പറഞ്ഞ പോലെ നമുക്ക് ഉള്ളപ്പോൾ അറിയത്തില്ല അതിൻ്റെ ബുദ്ധിമുട്ട്, ഇല്ലാത്തപ്പോഴും അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതിൻ്റെ പേര് ഈ മേഖല നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, സർക്കാരിനും ഉണ്ട്. പക്ഷേ ഈ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില വർധനയും മറ്റ് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേനും പലരും ഈ മേഖലയിൽ നിന്നും വിട്ടൊഴിഞ്ഞ് പോവുകയാണ്. കാരണം ഈ ഒരു മേഖലയും കൊണ്ട് ഒരു കുടുംബത്തിൻ്റെ ഉപജീവന മാർഗമാക്കി മാറ്റാൻ ഈ പ്രസ്ഥാനം പറ്റുന്നില്ല, ടാക്സി പ്രസ്ഥാനം. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടത് ഇവിടുത്തെ സർക്കാരും കൂടാണ്. ടാക്സി തൊഴിലാളികളും സർക്കാരിനും പൊതുജനങ്ങൾക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ഈ മേഖല നശിക്കായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം ഇതില്ല. ഇപ്പോൾ KSRTC തന്നെ, KSRTC നശിച്ച് കഴിയുമ്പോൾ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് പൊതുജനം മനസ്സിലാവൂ. അന്ന് ഇതിനു വേണ്ടി ആൾക്കാർ രംഗത്തിറങ്ങും. KSRTC വീണ്ടും വരണമെന്ന് പറഞ്ഞത് അതേ സംഭവിക്കത്തുള്ളൂ. പ്രൈവറ്റ് മേഖലയെ പോലല്ല KSRTC എന്ന് പറഞ്ഞ പ്രസ്ഥാനം. KSRTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂട്ടിൽ ആളില്ലെങ്കിൽ പോലും ഒരു സർവീസ് നടത്തും. പ്രൈവറ്റ് ബസ്സുകാർ അങ്ങനെ സർവീസ് നടത്തും. ഒരു റൂട്ട് നഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാർ സർവീസ് നിർത്തും. KSRTC അങ്ങനെയല്ല, ആളില്ലെങ്കിലും ആ റൂട്ട് സർവീസ് നടത്തുന്നുണ്ട് കൃത്യസമയത്ത് തന്നെ. ഒരിടത്ത് നഷ്ടമാണെങ്കിൽ ഒരിടത്ത് ലാഭം കൊണ്ട് അവർ പിടിച്ചു നിൽക്കും. പ്രൈവറ്റ് ബസ്സുകാർക്ക് തന്നെ പറ്റത്തില്ല. അത് അവർക്ക് പറ്റാത്തതുകൊണ്ടാണ് പ്രൈവറ്റ് ബസ്സുകാർക്ക്.